നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തും ഗുരുവായൂർ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലും UDF വലിയ മുന്നേറ്റമുണ്ടാക്കിയപ്പോഴും ചാവക്കാട് നഗരസഭയിൽ 9 സീറ്റിൽ നിന്ന് 12ലേക്ക് ഉയർത്തിയെങ്കിലും ഭരണമാറ്റത്തിന് ഇത്തവണയും കളമൊരുങ്ങിയില്ല. UDF നേതൃത്വത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിൽ ആയിരുന്നുവെന്ന് ആക്ഷേപവും പ്രവർത്തകർക്കിടയിലുണ്ട്. പ്രകടന പത്രിക പോലും ഇറക്കുവാൻ കഴിഞ്ഞില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഗ്രൂപ്പ് പോര് ഒരു വാർഡിൽ മാത്രം ഒതുങ്ങിയപ്പോൾ 9 നിന്ന് സീറ്റ് 12ലേക്ക് ഉയർത്തി നില മെച്ചപ്പെടുത്തുവാൻ സാധിച്ചു. എന്നാൽ 2 പതിറ്റാണ്ടായി തുടരുന്ന LDF ഭരണം തിരിച്ചുപിടിക്കാൻ നേതാക്കൾ ഉൾപ്പെടെ മത്സരരംഗത്ത് ഉണ്ടായെങ്കിലും നിരാശയായിരുന്നു ഫലം. പരമ്പരാഗതമായി UDF അനുകൂല വാർഡായിരുന്ന കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട നഗരസഭ 7ാം വാർഡ് തിരിച്ചുപിടിക്കാൻ സാധ്യതയുണ്ടായിട്ടും ഗ്രൂപ്പ് പോര് മൂലം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഈ വാർഡിൽ സ്ഥാനാർത്ഥിയുണ്ടായില്ല. ഇവിടെ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ബേബി ഫ്രാൻസിസ്, ഷോബി ഫ്രാൻസിസ് എന്നിവർ പരസ്പരം സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ LDFിലെ കെ റീന 59 വോട്ടിന് വിജയിച്ചു. ബേബി ഫ്രാൻസിസിന് 243 വോട്ടും ഷോബി ഫ്രാൻസിസിന് 128 വോട്ടും ലഭിച്ചു. തൊട്ടടുത്ത പരമ്പരാഗത കോൺഗ്രസ് വാർഡായ 8ാം വാർഡ് ഇത്തവണ നഷ്ടപ്പെട്ടു. ഇവിടെ LDFിലെ KC സുനിൽ വിജയിച്ചു. മറ്റൊരു കോൺഗ്രസ് അനുകൂല വാർഡായ 23ാം വാർഡ് ഇത്തവണ നഷ്ടപ്പെട്ടു. എന്നാൽ ചാവക്കാട് നഗരസഭാ തിരഞ്ഞെടുപ്പ് ഫലം ചാവക്കാട്ടെ UDFിനെ പുതിയ പാഠം പഠിപ്പിക്കുമ്പോഴും തെറ്റുകൾ തിരുത്താൻ നേതൃത്വം എത്രമാത്രം തയ്യാറാകുമെന്ന് കാത്തിരുന്നു കാണാം. ചാവക്കാട് നഗരസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയം പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KV സത്താർ പറഞ്ഞു. അതേസമയം ഇത്തവണ നില മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. പല വാർഡുകളിൽ 50-ന് താഴെ മാത്രം വോട്ടുകൾക്കാണ് തോൽവിയുണ്ടായത്. 19ാം വാർഡിൽ 4 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. പ്രശ്നങ്ങൾ പരിഹരിച്ച് ശക്തമായി തിരിച്ചുവരുമെന്നും സത്താർ കൂട്ടിച്ചേർത്തു. നഗരസഭയിൽ 33 സീറ്റിൽ UDF 12 സീറ്റാണ് നേടിയത്. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പാണ് സംസ്ഥാനമൊട്ടയ്ക്കും നടന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ നഷ്ടപ്പെട്ട പുന്നയൂർക്കുളവും പുന്നയൂരും ഒരുമന്നയൂരും ഏങ്ങണ്ടിയൂർ അടക്കമുള്ള പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം നടത്തുകയും 3 പഞ്ചായത്തുകൾ തിരിച്ച് പിടിക്കുകയും ചെയ്തു. ഇതൊരു വലിയ വിജയമായിട്ടാണ് UDF ആഘോഷിക്കുന്നത്. ചാവക്കാട് നടന്ന ഈ സാങ്കേതികത്വം മാത്രമുള്ള പരാജയത്തെക്കുറിച്ച് പരിശോധിക്കുകയും പാർട്ടി അടിയന്തര നടപടിയെടുത്ത് നാളുകളിൽ നഗരസഭ തിരിച്ചു പിടിക്കുന്നതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കും. വിജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ജനങ്ങൾക്കൊപ്പം നിന്നുള്ള പ്രവർത്തനവും നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളുമാണ് ചാവക്കാട് നഗരസഭ നിലനിർത്താൻ സാധിച്ചതിന് പിന്നിലെന്ന് മുൻ നഗരസഭാ ചെയർമാനും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ MR രാധാകൃഷ്ണൻ പറഞ്ഞു. 26 സീറ്റ് പ്രതീക്ഷിച്ചെങ്കിലും ചില പോരായ്മ മൂലം അതിൽ കുറവ് വന്നു. ചിട്ടയായ രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ കഴിഞ്ഞെന്നും അത് പ്രതിഫലിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. 33 സീറ്റിൽ 21 സീറ്റ് നേടിയാണ് LDF ഭരണം നിലനിർത്തിയത്. അങ്ങനെ തിളക്കമാർന്ന ഒരു വിജയം തന്നെയാണ് ചാവക്കാട് നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളത്. പരിസര പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായപ്പോൾ ഇവിടെ നിലനിർത്താൻ കഴിഞ്ഞത് വലിയ അഭിമാനകരമായൊരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ ഉണ്ടാവാൻ കാരണം സമർപ്പിതമായൊരു പ്രവർത്തനം, ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. നല്ല ചിട്ടയായ ഇലക്ഷൻ പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ചില വാർഡുകൾ നഷ്ടപ്പെടാനിടയായത് ഞങ്ങളുടെ സത്യത്തിൽ ശ്രദ്ധ കുറവുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. അല്ലാതെ വലതുപക്ഷത്തേക്ക് ഈ ചാവക്കാട് ജനത പോയിട്ടില്ല എന്ന വസ്തുത നമ്മൾ കാണേണ്ടതുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ടോട്ടൽ എടുത്താലും വോട്ടിൻ്റെ കാര്യത്തിൽ നല്ല മുൻതൂക്കം ഞങ്ങൾക്കുണ്ട്. 2200 വോട്ട് ഞങ്ങൾക്ക് കൂടുതൽ ലഭിച്ചിട്ടുണ്ട് ചാവക്കാട് നഗരസഭയിൽ. അത് കാണിക്കുന്നത് ചാവക്കാട് നഗരസഭാ പ്രദേശത്തിലെ ജനങ്ങൾ LDFനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന വസ്തുതയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നില മെച്ചപ്പെടുത്തി UDF. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് 3 അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതിനു പുറമെ കാട്ടകമ്പാൽ, പോർക്കുളം പഞ്ചായത്തുകളിലെ ഭരണം തിരിച്ചുപിടിക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ 8 പഞ്ചായത്തുകളാണ് ഉള്ളത്. വേലൂർ, കടങ്ങോട്, ചൂണ്ടൽ, കണ്ടാണശ്ശേരി, ചൊവ്വന്നൂർ, പോർക്കുളം, കാട്ടകാമ്പാൽ, കടവല്ലൂർ എന്നിവയാണ് ബ്ലോക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകൾ. ബ്ലോക്ക് പഞ്ചായത്തിലും 8 പഞ്ചായത്തുകളിലും ഭരണം നടത്തിയിരുന്നത് LDF ആയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ലെന്നതും പ്രത്യേകതയായിരുന്നു. പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ പല പഞ്ചായത്തുകളിലും ജനവികാരം LDFന് പ്രതികൂലമായ സാഹചര്യമാണുണ്ടായത്.
കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ആകെയുള്ള 18 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും 9 വാർഡുകളിൽ വിജയിച്ച് കോൺഗ്രസ് വലിയ ഒറ്റക്കക്ഷിയായി. ഇവിടെ LDF 8 വാർഡുകളിലും BJP ഒരിടത്തും വിജയിച്ചു. പോർക്കുളം പഞ്ചായത്തിൽ ആകെയുള്ള 14 വാർഡുകളിൽ 8 വിജയിച്ചാണ് UDF ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയത്. LDF 5 സീറ്റ് നേടിയപ്പോൾ BJP മുൻപുണ്ടായിരുന്ന വാർഡ് നിലനിർത്തി ഭരണസമിതിയിൽ സാന്നിധ്യമുറപ്പിച്ചു. വിധി നിർണയം പൂർത്തിയായെങ്കിലും വേലൂർ പഞ്ചായത്തിൽ ആര് ഭരിക്കും എന്ന അനിശ്ചിതത്വം തുടരുകയാണ്. 19 അംഗ ഭരണസമിതിയിൽ UDFും LDFും 9 വീതം സീറ്റുകൾ നേടി ഒപ്പത്തിനൊപ്പമാണ്. ഒരു വാർഡിൽ BJPയും വിജയിച്ചതോടെയാണ് പഞ്ചായത്ത് ഭരണം ആര് നേടുമെന്നതിൽ അനിശ്ചിതത്വത്തിലായ സാഹചര്യമുണ്ടായത്. 14 അംഗ ഭരണസമിതിയുള്ള ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ CPIM 6 വാർഡുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും UDFന് 5 സീറ്റും SDPIക്ക് 2 സീറ്റും BJPക്ക് 1 സീറ്റും ലഭിച്ചിട്ടുണ്ട്. കടവല്ലൂർ, കടങ്ങോട്, ചൂണ്ടൽ, കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷം ഭരണ തുടർച്ച ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ പ്രതിപക്ഷമില്ലാതിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ വെള്ളർക്കാട് ഡിവിഷനിൽ നിന്നും ആന്റോ പോൾ, തയ്യൂർ ഡിവിഷനിൽ നിന്നും മഞ്ജു ടീച്ചർ, പഴഞ്ഞി ഡിവിഷനിൽ നിന്നും വിജയഗോപി എന്നിവരാണ് വിജയിച്ച് ഇടം നേടിയത്. ഇതുവരെ UDFന് ഭരിക്കാനാകാത്ത ബ്ലോക്ക് പഞ്ചായത്തിന്റെ 16 അംഗ ഭരണസമിതിയിൽ 13 പേർ ഇടതുപക്ഷ അംഗങ്ങളാണ്. ലോക്കപ്പ് മർദ്ദനത്തിൽ ക്രൂരമർദ്ദനം നേരിടേണ്ടിവന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്ത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുകയാണുണ്ടായത്. പൊന്നേർകുളം കിഴക്കേച്ചെറായിയിൽ LDFന്റെ ആഹ്ലാദ പ്രകടനത്തിനിടെ കുട്ടികൾ ഉൾപ്പെടെ 11 പേരെ ആക്രമിച്ചതായി പരാതി. 14 വയസ്സുള്ള നിരഞ്ജൻ, 12 വയസ്സുള്ള കൈലാസ്, 17 വയസ്സുള്ള കനിഷ, 13 വയസ്സുള്ള വൈഷ്ണ, ശ്രീലക്ഷ്മി, വേദജാനകി, 14 വയസ്സുള്ള സായികൃഷ്ണ, 11 വയസ്സുള്ള നിവേദ, 75 വയസ്സുള്ള ഗോപാലൻ, 63 വയസ്സുള്ള മണി, 28 വയസ്സുള്ള രഞ്ജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനമായി പോകുന്നതിനിടെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനിടയിലേക്ക് പടക്കം പൊട്ടിച്ച് എറിയുകയായിരുന്നുവെന്ന് പറയുന്നു. സ്ഥലത്തുണ്ടായിരുന്ന രഞ്ജിത്ത് ചോദ്യം ചെയ്തതോടെ രഞ്ജിത്തിനെയും ഗോപാലനെയും സംഘം മർദ്ദിച്ചു. സംഘർഷം കണ്ട് തടയാനെത്തിയ വിദ്യാർത്ഥികളെ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് LDF പ്രവർത്തകർ ആക്രമിച്ചെന്നും പറയുന്നു. പരിക്കേറ്റ കുട്ടികൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വരവൂരിൽ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ പടക്കം പൊട്ടിച്ചതിനെ ചൊല്ലി സംഘർഷം. കോൺഗ്രസ് പ്രവർത്തകർ CPM പ്രവർത്തകന്റെ വീട് കയറി ആക്രമണം നടത്തിയതായി പരാതി. 9-ാം വാർഡ് നടത്തറ കാർലിമുക്കിലാണ് ശനിയാഴ്ച രാത്രി 10:30 സംഘർഷമുണ്ടായത്. നായര് വീട്ടിൽ ജനാർദ്ദനെയും സ്ത്രീകളെയും കുട്ടികളെയും കോൺഗ്രസ് പ്രവർത്തകർ ഇരുമ്പ് വടി ഉപയോഗിച്ച് മർദ്ദിച്ചതായാണ് പരാതി. തിരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചതിനെ ചൊല്ലി CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് രാത്രിയിൽ വീട് കയറി മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. ജനാർദ്ദനെയും കിടപ്പ് രോഗിയായ മകൻ അഭിനവദാസിനെയും തലയ്ക്ക് കമ്പിവടി ഉപയോഗിച്ച് അടിച്ചു. ഗോപിക, സന്ദീപ്, സംഗീത എന്നിവരെയും ഇരുമ്പ് വടി ഉപയോഗിച്ച് മർദ്ദിച്ചു. ഗോപിയുടെ കഴുത്തിലാണ് അടിയേറ്റത്. മർദ്ദനമേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഗുരുവായൂരിൽ തുണിക്കടയ്ക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം. ഇന്നറിംഗ് റോഡിൽ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിന് സമീപം ശബരിമല സീസണിന്റെ ഭാഗമായി ഇരുമ്പ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക കടയിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ 11:15 കടയുടെ പുറകുവശത്തു നിന്നും തീ ഉയരുന്നത് പാർക്കിംഗ് കേന്ദ്രത്തിന് മുകളിലുള്ളവരാണ് കണ്ടത്. പാർക്കിംഗ് കേന്ദ്രത്തിലെ അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഇതേ തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ S. ബിജുവിന്റെ നേതൃത്വത്തിൽ 2 യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. വസ്ത്രങ്ങളും ഇരുമ്പ് റാക്കുകളും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും കത്തിനശിച്ചു. 8 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ നെന്മിനി പയ്യപ്പാട്ട് വിഷ്ണു പറഞ്ഞു. ഇരുമ്പ് ഷീറ്റിനുള്ളിൽ ഈ കടയോട് ചേർന്ന് മറ്റൊരു തുണിക്കടയും ഹോട്ടലും പ്രവർത്തിച്ചിരുന്നു. ഈ കടയിലെ തുണികളും ഹോട്ടലിലെ ഗ്യാസ് സിലിണ്ടറുകളും ഉടൻ തന്നെ നീക്കം ചെയ്തു. കടയുടെ പുറകിൽ പേപ്പർ മാലിന്യം കത്തിച്ചതിൽ നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തീപിടുത്തത്തെ തുടർന്ന് ഈ പ്രദേശത്ത് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. തദ്ദേശ തിരഞ്ഞെടുപ്പ്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യൂർ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി മഞ്ജു ടീച്ചർ വിജയിച്ചു. വേലൂർ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ്, വെള്ളർക്കാട് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ആന്റോ പോൾ എന്നിവരും, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മങ്ങാട് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി സ്വപ്ന പ്രദീപ്, എരുമപ്പെട്ടി ഡിവിഷൻ UDF സ്ഥാനാർത്ഥി CG ജോൺ, കുണ്ടന്നൂർ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി PM സജി,
തളി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ജാഫർ മാസ്റ്റർ എന്നിവരും വിജയിച്ചു. കടപ്പുറം പഞ്ചായത്ത് ഞോളി റോഡിൽ ഓലമേഞ്ഞ വീടിന് തീപിടിച്ചു. സമീപത്തെ കടയിലേക്കും തീ പടർന്നു പിടിച്ചു. കൊച്ചിക്കാരൻ വീട്ടിൽ ഷാഹുൽ ഹമീദ് ഭാര്യ റസിയയുടെ ഓലമേഞ്ഞ വീടിനാണ് തീപിടിച്ചത്. ഈ സമയം വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. പ്രധാന രേഖകൾ ഉൾപ്പെടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും കത്തിനശിച്ചു. സമീപത്തെ കടയിലേക്ക് തീ ആളി പടർന്നുവെങ്കിലും കൂടുതൽ അപകടമില്ല. ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. കാണികളുടെ മനസ്സ് കീഴടക്കി ശ്രീകൃഷ്ണ കഥയാട്ടം അവതരണം. ഗുരുവായൂർ കാവീട് ശ്രീകാർത്തിയായനി ദേവീക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ആഘോഷവേളയിലായിരുന്നു കലാക്ഷേത്ര മീര സുധൻ ചിട്ടപ്പെടുത്തിയ ശ്രീകൃഷ്ണ കഥയാട്ടം അവതരണം നടന്നത്. മോഹിനിയാട്ടവും കഥകളിയും ചേർന്ന ഈ കലാരൂപത്തിന്റെ അവതരണത്തിൽ എരിഷ്മ അജി, RLV ദിവ്യ നിഖിൽ, അമൃത രവി, മിത്ര ലക്ഷ്മി, ലക്ഷ്മി ആനന്ദ്, അഖില P കൃഷ്ണകുമാർ, ആര്യ പ്രമോദ് എന്നിവർ ചേർന്നാണ് നൃത്തകലാരൂപം അവതരിപ്പിച്ചത്. രാജേഷ് ഗുരുവായൂർ നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന 38ാമത് സുവിശേഷ മഹായോഗത്തിന് കലുംപുറം സെന്റ് ജോർജ് നവതി പാരിഷ് ഹാളിൽ തുടക്കമായി. വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപൊലിത്ത സുവിശേഷ മഹായോഗം ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിവസം യാക്കോബായ സുറിയാനി സഭയിലെ ഫാദർ ജിനോ ജോസ് കരിപ്പക്കാടൻ വചന സന്ദേശം നൽകി. സുവിശേഷ സംഘം ജനറൽ സെക്രട്ടറി ഫാദർ സ്കറിയ ചീരൻ സ്വാഗതവും സൺഡേ സ്കൂൾ സമാജം സെക്രട്ടറി ഫാദർ അഫ്രൈം അന്തിക്കാട് നന്ദിയും പറഞ്ഞു. സഭാ കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് വാഴപ്പള്ളി, സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, സഭയിലെ വൈദിക ശ്രേഷ്ഠർ, സഭാ സെക്രട്ടറി ബിനോയ് മാത്യു, അൽമായ ട്രസ്റ്റി ഗീവർ മാണി, കൺവീനർ CP ഡേവിഡ്, മറ്റു ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ശനിയാഴ്ച വൈകിട്ട് മാത്യു ജോർജ്, ഞായറാഴ്ച ഫാദർ നോബിൻ ഫിലിപ്പ് എന്നിവർ വചന പ്രഘോഷണം നടത്തും. സുവിശേഷ മഹായോഗത്തോടനുബന്ധിച്ച് സൺഡേ സ്കൂൾ വിദ്യാർത്ഥി ക്യാമ്പ്, വൈദിക കുടുംബ സംഗമം, വനിതാ സമാജം, സഭ, മദ്ബഹ ശുശ്രൂഷ സംഘം, ഇടവകകളിലെ ഗായക സംഘങ്ങൾ എന്നീ ഭക്തസംഘടനകളുടെ ഏകദിന പഠന ക്യാമ്പുകളും നടക്കും. സുവിശേഷ യോഗത്തിന് സംഘം സെക്രട്ടറി ഫാദർ സ്കറിയ ചീരൻ, ട്രഷറർ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. മമ്മിയൂർ അയ്യപ്പ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിർമാല്യ ദർശനത്തോടെയാണ് പരിപാടികൾ തുടങ്ങിയത്. തുടർന്ന് കേളി, എഴുന്നള്ളിപ്പ്, വിളക്കുപന്തലിൽ പ്രതിഷ്ഠ, പുഷ്പാഭിഷേകം, നാഗസ്വര കച്ചേരി, ഗംഗാ ശശിധരന്റെ വയലിൻ കച്ചേരി എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് ഗുരുവായൂർ ക്ഷേത്രനടയിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. നാഗസ്വരം, പഞ്ചവാദ്യം, ഉടുക്കുപാട്ട്, താലം എന്നിവ അകമ്പടിയായി. വിളക്കുപന്തലിൽ സമ്പ്രദായ ഭജന, ശാസ്താംപാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, കനലാട്ടം, തിരിയൊഴിച്ചിൽ, അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു. പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, ചെയർമാൻ KK ഗോവിന്ദദാസ്, ജനറൽ കൺവീനർ P സുനിൽകുമാർ, അനിൽകുമാർ ചിറക്കൽ, രാജഗോപാൽ മുള്ളത്ത്, P അനിൽകുമാർ, രാമചന്ദ്രൻ പല്ലത്ത്, വേണുഗോപാൽ കളരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. വൈകിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. വാദ്യമേളങ്ങൾ, ഉടുക്കുപാട്ട്, താലം എന്നിവ അകമ്പടിയായി. തുടർന്ന് പാൽക്കുടം എഴുന്നള്ളിപ്പ്, തിരിയൊഴിച്ചിൽ, കനലാട്ടം, വെട്ട്, തട എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികളായ K മുരളീധരൻ, പ്രഹ്ലാദൻ മാമ്പറ്റ്, ബാബു ഏനാമക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് റോബോട്ടിക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ജിഷ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിന്റെ ഭാഗമായി 7ഓളം നവീന പ്രവർത്തനങ്ങളും പ്രായോഗിക സെഷനുകളും അരങ്ങേറി. പിക്ടോ ബോക്സ് ഉപയോഗിച്ചുള്ള റോബോട്ടിക് പ്രോഗ്രാമിംഗ്, ചെറു റോബോട്ടുകളുടെ നിയന്ത്രണം, സെൻസർ അടിസ്ഥാനത്തിലുള്ള സ്മാർട്ട് മോഡലുകൾ, സൃഷ്ടിപരമായ ഡിസൈൻ ചലഞ്ചുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തി. കൈറ്റ് മെന്റർമാരായ മഞ്ജു ജോർജ്, ഷിജി തോംസൺ, വിദ്യാർത്ഥികളായ മുഹമ്മദ് തഫീം,
ഗബ്രിയൽ വി ജോബി എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് കൗക്കാനപ്പെട്ടിയിൽ പുതിയതായി നിർമ്മിച്ച അലിഫ് ഇസ്ലാഹി സെന്റർ ആൻഡ് മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നു നൽകി. പ്രമുഖ ഇസ്ലാഹി പണ്ഡിതൻ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ നമസ്കാരത്തിന് നേതൃത്വം നൽകി. തുടർന്ന് ഉദ്ബോധന പ്രഭാഷണവും ഉണ്ടായിരുന്നു. ഷെജിൽ കുഞ്ഞിമോൻ ആദ്യ ബാങ്ക് നിർവഹിച്ചു. ലത്തീഫ് സുലമി മാറഞ്ചേരി, വാർഡ് മെമ്പർ ഷനിൽ അപ്പു തുടങ്ങിയവർ പങ്കെടുത്തു. അലിഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് നിഷാദ് KM, സെക്രട്ടറി കുഞ്ഞുമുഹമ്മദ്, ട്രഷറർ ഷാജി മാർച്ചങ്ങാട്ട് തുടങ്ങി 11 അംഗ കമ്മിറ്റി അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചരമം. പുനയൂർ കുഴിങ്ങര പള്ളിക്ക് തെക്കുഭാഗം പരേതനായ പിലാക്ക വീട്ടിൽ കൊട്ടാരപ്പാട്ട് അബ്ദു മകൻ PK മുഹമ്മദ് അലി നിര്യാതനായി. 73 വയസ്സായിരുന്നു. നബീസ ഭാര്യയും ഫൈസൽ, ഫെമിന, നൌഫൽ, റഹ്മത്ത്, ഫൗസിയ എന്നിവർ മക്കളുമാണ്. ഖബറടക്കം നടത്തി. മന്നലാംകുന്ന് ബീച്ച് റോഡിൽ മദ്രസയ്ക്ക് സമീപം താമസിക്കുന്ന പരേതനായ വലിയകത്ത് ശ്രീരാമൻ ഭാര്യ പുഷ്പാവതി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അയ്യപ്പൻകുട്ടി, രുക്മിണി എന്നിവർ സഹോദരങ്ങളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.